എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ ഇന്ന് എങ്ങനെയുണ്ട് എന്നൊന്ന് പരിശോധിക്കാം. എല്ലാവരെയും സർവേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്ന് 1201 ആണ്ട് മകരം 28-ാം തീയതി 11/2/2026 ബുധനാഴ്ച. ഇന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമായിരിക്കും. അതേപോലെ തന്നെ ശാസ്താക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യമുള്ള ഒരു ദിവസമായിരിക്കും. ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതുകൊണ്ട് വളരെയധികം ഫലപ്രയോജനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുന്നത്. ശ്രീകൃഷ്ണസ്വാമിക്ക് ഭാഗ്യസൂക്താർച്ചനയോ തിരുമധുരമോ ഒക്കെ നടത്തുന്നത് വളരെ നന്നായിരിക്കും. വിശ്വാസമുള്ളവർ അങ്ങനെ ചെയ്യുക, അല്ലാത്തവർ അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകുക. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചില ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അനുകൂലമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. തടസ്സങ്ങൾക്ക് ഒരുവിധം അയവ് വരുന്നതായി കാണുന്നു. സംഘർഷങ്ങൾക്കും മാനസിക പിരിമുറുക്കത്തിനുമൊക്കെ അയവ് വരുന്ന ദിവസമാണ്. എങ്കിൽ കൂടിയും ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കുക. ഷുഗർ ഉള്ളവർ അതിന് വേണ്ട പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. മരുന്നുകൾ കൃത്യമായി കഴിക്കേണ്ടതുണ്ട്. ബ്ലഡ് പ്രഷർ ഉള്ളവർ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഏഴര ശനിക്കാലമായതുകൊണ്ട് അപകട സാധ്യത തെളിഞ്ഞു വരുന്നതിനാൽ തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പും ശ്രദ്ധയോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ചില ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഇടപെടൽ മൂലം ചില മനപ്രയാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളുടെ തിരിച്ചുള്ള പ്രതികരണം മൂലം ചില മനക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ ചിലർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇന്ന് ലാഭം ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ദിവസമാണ്. ഇന്നത്തെ ദിവസം വളരെയധികം ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും. അതുപോലെ ജോലിയിലുണ്ടായിരുന്ന സംഘർഷം അല്ലെങ്കിൽ സ്ട്രെസ്, മാനസിക പിരിമുറുക്കമൊക്കെ അയവ് വരുത്തുന്ന രീതിയിൽ ആശ്വാസപ്രദമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുവാനായിട്ട് സാധ്യതയുണ്ട്. IT ഫീൽഡ് ജോലി ചെയ്യുന്നവർക്ക് വളരെ ആശ്വാസകരമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ പ്രൊജക്റ്റുകൾ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനും സാധ്യതയുണ്ട്. പുതിയ ജോലി തേടുന്നവർക്കും അത് ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ദീർഘയാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ സ്വന്തം സന്താനങ്ങൾക്കോ വിദേശത്ത് പോയി പഠനം അന്വേഷിക്കുന്നവർക്കോ ഒക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ചില തിരുത്തലുകൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. വാർണിങ്ങുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില കാര്യങ്ങളിലേക്ക് കടക്കുവാനുള്ള ദിവസമായിരിക്കും. പ്രമോഷനുകൾ ലഭിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് വളരെ സന്തോഷം ലഭിക്കുന്ന ദിവസമായിരിക്കും. ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകമായ ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഉള്ള ഒരു വഴി തെളിഞ്ഞു വരുന്ന ദിവസമാണ്. വിദേശ പഠനത്തിന് സന്താനങ്ങളെ പുറത്തയക്കാൻ ഒരുങ്ങുന്നവർക്കും അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും ഇന്ന് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. കമിതാക്കൾക്ക് ഏറ്റവും അധികം അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും വിവാഹം നടക്കുവാൻ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. കൂടാതെ ഉത്തമ പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് ഉതകുന്ന രീതിയിലുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് അല്പം ആശ്വാസം വൈകുന്നേരത്തോടു കൂടി ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഉന്നത പഠനത്തിലുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. അലസതയും മടിയും മൂലം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടതായി വന്നേക്കാം. അതുകൊണ്ട് ഓരോ കാര്യവും അലസതയും മടിയും കളഞ്ഞ് വളരെ ആക്റ്റീവായിട്ട് കാണേണ്ടതും അതിനെ ഗൗരവത്തിലെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില വാക്കിൻ്റെ പിഴവുകൾ മൂലം ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ചില
തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവർക്കും ചില തിക്താനുഭവങ്ങൾ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. കായികമായി ജോലി ചെയ്യുന്നവർക്ക് ആയുധം കൊണ്ട് മുറിവേൽക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അത്ര തന്നെ ഗുണകരമായൊരു ദിവസം ആയിരിക്കുകയില്ല. അടുത്തായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമുള്ള ദിവസമാണെങ്കിലും വളരെയധികം ചിലവുള്ള ഒരു ദിവസമായിരിക്കും. ആയുധങ്ങൾ കൊണ്ട് കൈമുറിയുവാൻ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരും അതുപോലെ ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരും ഒക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അലർജി മൂലം ശ്വാസതടസ്സം ഉണ്ടാകാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുന്നുണ്ട്. സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം ഗുണപ്രദമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗുണപ്രദമായ അനുഭവങ്ങളാണ് ഇന്നത്തെ ദിവസം ഉണ്ടാവുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് എങ്കിൽ കൂടിയും ആശുപത്രി ചിലവുകൾ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട്. അപകട സാധ്യതകൾ ഉള്ളതുകൊണ്ടും നട്ടലിന് ക്ഷതമേക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടും വളരെയധികം ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കേണ്ട ഒരു ദിവസമായിരിക്കും. അതുപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഉന്നത പഠനത്തിന് ഒക്കെ ഒരുങ്ങുന്നവർക്കും വളരെയധികം അനുകൂലമായ ഒരു സന്ദേശം ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കുമെന്നുള്ള സൂചന ലഭിക്കുന്നത് കൊണ്ട് മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ അപ്രതീക്ഷിതമായ ചില കേസ് വഴക്കുകളിൽ ചെന്നുപെടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബോണസുകൾ ലഭിക്കുവാനോ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനോ ഒക്കെ സാധ്യതയുണ്ട്. ശ്രമിക്കുക, അത് കണ്ടെത്തുവാനായിട്ടും പരിശ്രമിക്കുക. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ്. സംഘർഷങ്ങൾക്കും ആശങ്കകൾക്കും പരിണാമമുണ്ടാകുന്ന ദിവസമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്കും വിദേശത്ത് പഠനത്തിന് വേണ്ട ഏജൻസികൾക്കും ഒക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഉറ്റവരിൽ ചിലർക്ക് ചില മനക്ലേശങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് മൂലം ധനച്ചെലവിന് സാധ്യതയുള്ള ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്ന ദിവസമാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. വാക്കുകൾ മൂലം ചില അബദ്ധങ്ങളൊക്കെ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിയമപരമായി ജോലി ചെയ്യുന്നവർക്ക് വാക്കുകൾ കൊണ്ട് വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ദിവസമായിരിക്കും. റിട്ടയർഡ് ലൈഫ് അനുഭവിക്കുന്നവർക്കും അതേപോലെ ലോട്ടറി തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഊഹക്കച്ചവടക്കാർക്കും ഒക്കെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനും തരക്കേടില്ലാത്ത ലാഭം ലഭിക്കാനായിട്ടുള്ള ദിവസമായിരിക്കും ഇന്ന്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. എന്നാൽ മാംസം തുടങ്ങിയ കാര്യങ്ങൾ, മത്സ്യം തുടങ്ങിയ കയറ്റുമതി ചെയ്യുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ വസ്ത്രവുമായി ബന്ധപ്പെട്ട് കയറ്റുമതി ഇറക്കുമതി നടത്തുന്നവർക്ക് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞ് വസ്തുക്കൾ റിട്ടേൺ ചെയ്യാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഓരോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് അയക്കുക. വേറെ ചില കാര്യങ്ങൾ പ്രത്യേകം പറയാനുള്ളത്, കമിതാക്കൾ തമ്മിൽ ഇന്നത്തെ ദിവസം കലഹിച്ചാൽ തീർച്ചയായും അവർ തമ്മിൽ പിരിഞ്ഞ് അകന്നു പോകുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ വാക്കുകൾ നിയന്ത്രിക്കുക, തമ്മിൽ കാണാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. എങ്കിലും സ്വന്തം വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മറ്റുള്ളവരുടെ വിമർശനത്തിന് പാത്രീഭവിക്കുവാനും മനക്ലേശം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. കൂടുതൽ വിധേയത്വം കാണിക്കുന്നവർക്ക് തീർച്ചയായും തിരിച്ചടി ലഭിക്കുന്ന ദിവസമാണ്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. കൊടുത്ത ധനം തിരിച്ചു ചോദിക്കുന്ന മൂലം വലിയ കലഹത്തിലേക്ക് പോകാനും അന്തഃഛിദ്രത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പങ്കാളിയുമായി കലഹിക്കുവാനോ പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുവാനോ അത് സോൾവ് ചെയ്യാത്ത വിധം
വളരെയധികം അകന്നു പോകുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് വഴക്കുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കി നിൽക്കുക. ദുശീലങ്ങളുള്ളവർക്ക്, മദ്യപാനശീലം പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസൊക്കെ ഉപയോഗിക്കുന്ന ദുസ്വഭാവങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവർ തീർച്ചയായും അപകടത്തിൽപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ തീർച്ചയായിട്ടും മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആലോചിക്കാതെ പ്രവർത്തിക്കുന്നത് മൂലം ചില ബുദ്ധിമുട്ടുകൾ വന്ന് സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. സാമ്പത്തികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരുന്ന രീതിയിൽ സഹായഹസ്തങ്ങൾ തേടി വരുന്ന ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സംഘർഷങ്ങൾ നിറഞ്ഞതായിരിക്കും. അവരും നമ്മളോട് വളരെ ഇറിറ്റേറ്റഡായിട്ട് പെരുമാറാനൊക്കെ സാധ്യതയുണ്ട്. അവരോടും കലഹിക്കാതെ ഇരിക്കുക. ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണപ്രദമായ ഒരു ദിവസമായിരിക്കില്ല. എങ്കിൽ കൂടിയും വൈകുന്നേരത്തോടു കൂടി ചില പ്രതീക്ഷകൾ ഉടലെടുക്കുകയും സമാധാനം കൈവരികയും ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ പുണ്യക്ഷേത്ര ദർശനം, പുണ്യ സ്ഥല ദർശനം ഒക്കെ നമുക്ക് നടത്തുവാനായിട്ടുള്ള സാധ്യത തെളിഞ്ഞു വരികയും ചെയ്യുന്നു. സന്താനങ്ങളിൽ ചിലർക്ക് ഉന്നമനം ഉണ്ടാകുന്നതറിഞ്ഞ് വളരെ സന്തോഷിക്കുവാനും സാഹചര്യം തെളിഞ്ഞു കാണുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസപ്രദമായ പല അനുഭവങ്ങളും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നതാണ്. ഉച്ചയ്ക്ക് മുൻപ് പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നു. കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഗൃഹത്തിൻ്റെ മോടി പിടിപ്പിക്കുന്നവർക്കൊക്കെ തൊഴിലാളികളിൽ നിന്ന് തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ധനനഷ്ടത്തിനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇത്. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. അനുകൂലമായ മാറ്റങ്ങളാണ് വരുന്നത്. അതേപോലെ സ്വന്തപ്പെട്ട ആളുകൾക്ക്, ഏറ്റവും അടുത്ത ആളുകൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭാഗ്യം വരുന്നതുകൊണ്ട് മനസ്സന്തോഷം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഒടിവ്, ചതവ്, മുറിവിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് തീർച്ചയായും ശ്രദ്ധിക്കുക. കാലിന് അല്ലെങ്കിൽ അരയ്ക്ക് കീഴ്പോട്ടുള്ള കാലിൻ്റെ ഭാഗത്തൊക്കെ ക്ഷതമേൽക്കുവാനും അതുപോലെ മുറിവുകൾ വരുവാനും ഒക്കെ സാധ്യതയുണ്ട്. തലയിടിക്കുവാനും സാധ്യത തള്ളിക്കളയാനാവില്ല. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്താൽ ഇതൊന്നും സംഭവിക്കുകയില്ല. അസ്ട്രോളജി എപ്പോഴും ഒരു കൗൺസിലിംഗ് ആണ്. നമുക്ക് ഓരോ കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ടും ഓട്ടോ സജഷൻ എടുക്കാനുമൊക്കെ ഉതകുന്ന ഒരു ശാസ്ത്രമാണ് അസ്ട്രോളജി. അടുത്തതായി നമുക്ക് മീനരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ജോലി ഭാരം കൊണ്ട് വളരെയധികം സംഘർഷങ്ങൾ അനുഭവിക്കുവാനും ദേഷ്യം വരുവാനും അതേ ദേഷ്യത്തോടു കൂടി സ്വന്തക്കാരോടോ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ ഇടപഴകാനും കലഹം വർദ്ധിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. കലഹം ഒന്നിനും നല്ലൊരു പരിഹാരമല്ല. കലഹിച്ചാൽ മനപ്രയാസം കൂടുകയാണ് ചെയ്യുന്നത്. സമാധാനത്തോടു കൂടിയും വളരെയധികം തന്മയത്വത്തോടു കൂടിയും കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ധനം കടം കൊടുക്കാതെ ഇരിക്കുക. ഇന്നത്തെ ദിവസം ഒട്ടും തന്നെ ധനം കടം കൊടുക്കുവാൻ പറ്റിയ ഒരു ദിവസമായിരിക്കുകയില്ല. ശമ്പള വർധന ഉണ്ടാകുമെന്ന ന്യൂസ് കിട്ടുകയും ജോലിസ്ഥലത്ത് അംഗീകാരം കിട്ടുമെന്ന് ഒരു ന്യൂസ് കിട്ടുകയും ചെയ്യുന്ന മൂലം വൈകുന്നേരത്തോടു കൂടി എല്ലാം ശാന്തമാകുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ചില അനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ കലാകാരന്മാർക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. നമസ്കാരം.